പ്രിയ ക്രിസ്തുഭക്ത സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിചിതമായ ഒരു ദൃശ്യം ചിന്തിക്കാം. നമ്മുടെ നാട്ടിലെ ഒരു കർഷകൻ കടുത്ത ചൂടിലും വിയർപ്പിലും കഷ്ടപ്പെട്ട് നെല്ല് കൃഷി ചെയ്യുന്നു. വലിയ പ്രതീക്ഷയോടും പരിശ്രമത്തോടും കൂടിയാണ് അവൻ വിളവെടുക്കുന്നത്. പക്ഷേ ആ അരി പിന്നീട് പല കൈകളിലൂടെ കടന്നുപോകുന്നു. വ്യാപാരികൾ, മില്ലുകാർ, ഇടനിലക്കാർ, കടക്കാർ. ഓരോ കൈമാറ്റത്തിലും ആരോ ഒരാൾ തന്റെ ലാഭം എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒടുവിൽ മനുഷ്യരുടെ കണക്കുകൂട്ടലുകളിൽ കുറയുകയും ചുരുങ്ങുകയും ചെയ്തതായിട്ടാണ് അത് നമ്മുടെ കൈകളിലെത്തുന്നത്. സഹോദരങ്ങളെ, മനുഷ്യരുടെ സ്നേഹവും പലപ്പോഴും ഇങ്ങനെയാണ്. നീ എനിക്ക് അനുകൂലമായാൽ ഞാൻ നിന്നെ സ്നേഹിക്കും. നീ എന്റെ കൂട്ടത്തിലാണെങ്കിൽ ഞാൻ നിന്നെ അംഗീകരിക്കും. നീ എനിക്ക് ഉപകാരപ്പെടുന്നിടത്തോളം ഞാൻ നിന്നെ പിന്തുണക്കും. മനുഷ്യസ്നേഹം പലപ്പോഴും വ്യവസ്ഥകളാൽ ചുരുങ്ങിപ്പോകും. പക്ഷേ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു അത്ഭുതകരമായ ഒരു സത്യം വെളിപ്പെടുത്തുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. യോഹന്നാൻ 10. ഇത് വളരെ ആഴമുള്ള വചനമാണ്. പിതാവ് പുത്രൻ ചെറിയൊരു പങ്ക് സ്നേഹം നൽകിയില്ല. അവൻ മുഴുവൻ തന്നു. പരിപൂർണമായ സ്നേഹം, അവസാനമില്ലാത്ത സ്നേഹം, നിത്യമായ സ്നേഹം. അത് തന്നെയാണ് യേശു നമുക്ക് നൽകുന്നത്. കുറഞ്ഞ സ്നേഹമല്ല, കണക്കുകൂട്ടിയ സ്നേഹമല്ല, മനുഷ്യരുടെ വ്യവസ്ഥകളാൽ ചുരുങ്ങിയ സ്നേഹമല്ല, ദൈവിക സ്നേഹം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. സഹോദരങ്ങളെ, ഇന്നത്തെ ലോകത്തിൽ ഈ സന്ദേശം വളരെ പ്രധാനമാണ്. കാരണം സമൂഹം ഇന്ന് ഭിന്നതകളാൽ നിറഞ്ഞിരിക്കുന്നു. തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ നാം എന്താണ് കാണുന്നത്? ക്രോധം, പ്രതികാരം, അക്രമം, കടകൾ തകർക്കൽ, മനുഷ്യരെ ആക്രമിക്കൽ, അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ വൈരാഗ്യം. ചിലർ പെരുമാറുന്നത് ദൈവം തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണെന്ന പോലെയാണ്. ഒരു പാർട്ടി ജയിച്ചാൽ ദൈവം ജയിച്ചു, മറ്റൊന്ന് തോറ്റാൽ ദൈവം തോറ്റു എന്ന പോലെ. പക്ഷേ വ്യക്തമായി ഓർക്കണം, ദൈവം വോട്ടിനായി നിൽക്കുന്ന സ്ഥാനാർത്ഥിയല്ല. തിരഞ്ഞെടുപ്പ് മനുഷ്യരുടെ പ്രക്രിയയാണ്. ജനാധിപത്യം മനുഷ്യർ സൃഷ്ടിച്ച സംവിധാനമാണ്. രാഷ്ട്രീയ പാർട്ടികൾ മനുഷ്യർ രൂപപ്പെടുത്തിയതാണ്. വോട്ടുകൾ മനുഷ്യർ ഇടുന്നതാണ്. നമ്മുടെ വോട്ട് ഒരു സർക്കാരിനെ മാറ്റാം, പക്ഷേ ദൈവത്തിന്റെ മഹത്വം കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല. നിങ്ങളുടെ പാർട്ടി ജയിച്ചാൽ ദൈവം വലുതാകുന്നില്ല. നിങ്ങളുടെ പാർട്ടി തോറ്റാൽ ദൈവം ചെറുതാകുന്നില്ല. കാരണം ദൈവം നിത്യനായവൻ. ഒരു ബാലറ്റ് പേപ്പറും അവനെ രാജാവാക്കുന്നില്ല. കാരണം അവൻ ഇതിനകം സകല സൃഷ്ടിയുടെയും കർത്താവാണ്. ചിലപ്പോൾ രാഷ്ട്രീയ വിശ്വാസം മനുഷ്യത്വത്തെക്കാൾ വലുതാകുന്നു. അപ്പോൾ വിശ്വാസം സ്നേഹമല്ലാതെ ഗോത്രവാദമായി മാറും. കടകൾ കത്തിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല. മറ്റുള്ളവരെ അടിക്കുന്നത് ദൈവത്തെ സംരക്ഷിക്കുന്നില്ല. അപമാനിക്കൽ വിശ്വാസത്തിന്റെ അടയാളമല്ല. ക്രിസ്തുമതം വിദ്വേഷത്തിനുള്ള അനുമതിപത്രമല്ല. യേശു പറഞ്ഞില്ല, നിങ്ങളുടെ പാർട്ടി ജയിച്ചാൽ ലോകം നിങ്ങളെ എന്റെ ശിഷ്യന്മാർ എന്ന് തിരിച്ചറിയും. അവൻ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാവരും നിങ്ങളെ എന്റെ ശിഷ്യന്മാർ എന്നു അറിയും. യോഹന്നാൻ 13:35. അതാണ് യഥാർത്ഥ ക്രിസ്തീയതയുടെ അടയാളം. നാം എത്ര ശക്തമായി നിലവിളിക്കുന്നു എന്നതല്ല, എത്ര ക്രോധത്തോടെ വാദിക്കുന്നു എന്നതല്ല, എത്ര ആഴത്തിൽ സ്നേഹിക്കുന്നു എന്നതാണ് പ്രധാനമായത്. ആദ്യ വായനയിൽ പത്രോസ് കൊർണേലിയോസിന്റെ വീട്ടിലേക്ക് കടക്കുന്നു. അന്നത്തെ യഹൂദർക്കായി ജാതികൾ ഇപ്പുറത്തുള്ളവർ ആയിരുന്നു. പക്ഷേ ദൈവം മനുഷ്യർ പണിത മതിലുകൾ തകർക്കുന്നു. പത്രോസ് തിരിച്ചറിയുന്നു, ദൈവം ആരെയും പക്ഷപാതത്തോടെ കാണുന്നില്ല. സഹോദരങ്ങളെ, മനുഷ്യർ മതിലുകൾ പണിയും, ദൈവം മതിലുകൾ തകർക്കും. ജാതി, ഭാഷ, രാഷ്ട്രീയം, പണം, പദവി, ഇവയെല്ലാം നമ്മെ വേർതിരിക്കും. പക്ഷേ ക്രൂശിൽ യേശുവിന്റെ വിരിച്ച കൈകൾ മുഴുവൻ മനുഷ്യരെയും ചേർത്തുപിടിക്കാൻ മതി. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. സ്വന്തം കൂട്ടത്തെ മാത്രം അല്ല, സ്വന്തം ആശയമുള്ളവരെ മാത്രം അല്ല, എല്ലാവരെയും. സമൂഹം വിദ്വേഷം നിറഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾ വേറൊരു രാജ്യത്തിന്റെ സാക്ഷികളാകണം. സ്നേഹത്തിന്റെ രാജ്യം, സമാധാനത്തിന്റെ രാജ്യം, കരുണയുടെ രാജ്യം. യേശു ഇന്നും പറയുന്നു, എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ക്രിസ്തുവിൽ നിലനിൽക്കുക. സ്നേഹം, സമാധാനം, കരുണ. മുന്തിരിവള്ളിയിൽ നിന്ന് വേർപെട്ട ശാഖ ഉണങ്ങിപ്പോകും.
അതുപോലെ ക്രിസ്തുവിൽ നിന്ന് അകന്ന ഹൃദയം എളുപ്പത്തിൽ ക്രോധത്താലും വിദ്വേഷത്താലും നിറയും. പക്ഷേ ക്രിസ്തുവിൽ നിലനിൽക്കുന്ന ഹൃദയം ഫലം കായ്ക്കും. സ്നേഹം, ക്ഷമ, സമാധാനം, കരുണ, സഹിഷ്ണുത. അതിനാൽ ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, രാഷ്ട്രീയം എന്റെ മനുഷ്യത്വത്തെക്കാൾ വലുതായോ? എന്റെ ഹൃദയത്തിൽ വൈരാഗ്യമുണ്ടോ? എന്നെതിരെ നിൽക്കുന്നവരെയും ഞാൻ സ്നേഹിക്കുമോ? ഒരു ദിവസം എല്ലാ തിരഞ്ഞെടുപ്പുകളും അവസാനിക്കും. എല്ലാ പാർട്ടികളും മാറിപ്പോകും. എല്ലാ മുദ്രാവാക്യങ്ങളും മങ്ങിപ്പോകും. പക്ഷേ ക്രിസ്തുവിന്റെ വചനം നിലനിൽക്കും. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അവസാനത്തിൽ ദൈവം ചോദിക്കുക, നീ ഏത് പാർട്ടിയെ പിന്തുണച്ചു എന്നല്ല. അവൻ ചോദിക്കുക, നീ സ്നേഹിച്ചോ? നീ ക്ഷമിച്ചോ? നീ മനുഷ്യന്റെ മാന്യത സംരക്ഷിച്ചോ? നീ ക്രിസ്തുവിൽ നിലനിന്നോ എന്നായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള വിദ്വേഷവും വിഭജനവും നീക്കണമേ. യേശുവേ, നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സമാധാനത്തിന്റെ ഉപകരണങ്ങളായി ഞങ്ങളെ മാറ്റണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജാവായ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളെ തന്റെ അനന്തസ്നേഹത്തിൽ നിലനിർത്തട്ടെ. ആമേൻ.